പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 8-ാമത്തെ വാക്യം, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ചെന്ന് എൻ്റെ സാക്ഷ്യം പ്രസ്താവിക്കുമെന്നാണ്. അപ്പോസ്തലപ്രവൃത്തി എഴുതിയിരിക്കുന്നത് വൈദ്യനായ ലൂക്കോസാണ്. ലൂക്കോസ് വിശേഷവും അപ്പോസ്തലപ്രവൃത്തിയും എഴുതിയ ദൈവഭക്തനാണ് വൈദ്യനായ ലൂക്കോസ്. ഇദ്ദേഹം ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ദൈവഭക്തനാണ്. പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് ലൂക്കോസിനെ കുറിച്ച് പറയുന്നത് വൈദ്യനായ ലൂക്കോസ്, എൻ്റെ സ്നേഹിതൻ, സഹയാത്രക്കാരൻ. പൗലോസിൻ്റെ സഹയാത്രക്കാരനായിരുന്നു ലൂക്കോസ്. AD 60 അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹവാസത്തിലായിരിക്കുമ്പോൾ ലൂക്കോസ് വിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും വൈദ്യനായ ലൂക്കോസ് എന്ന കർത്താവിൻ്റെ ശിഷ്യൻ ഈ ലൂക്കോസ് വിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതുവാനിടയായത്. നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ്. എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നാം ഇപ്പോൾ ജീവിക്കുന്ന യുഗം എന്ന് പറയുന്നത് കൃപാവരങ്ങളുടെ യുഗം, അതായത് പരിശുദ്ധാത്മാ യുഗത്തിലാണ് നമ്മൾ വസിക്കുന്നത്. അപ്പോൾ ദൈവാത്മാവാണ് ഈ യുഗത്തിൽ എല്ലാവരെയും വഴി നടത്തുന്നത്. അതാണ് കർത്താവായ യേശുക്രിസ്തു അവസാന നിമിഷം ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് അയക്കും. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. എന്നാൽ ഞാൻ പോയതിനു ശേഷം മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കിൽ വരും. ആത്മാവിനാൽ വിശുദ്ധ മണവാട്ടിയ സഭയെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഞാൻ പോയതിനു ശേഷം ഈ ഭൂമിയിലോട്ട് വരും. ഞാൻ അവിടെ സ്വർഗത്തിൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുമ്പോൾ ഭൂമിയിൽ ആ ഭവനത്തിൽ എത്തിക്കുവാൻ നിങ്ങളെ ഭൂമിയിൽ ഒരുക്കി മെരുക്കി ആത്മാവിനാൽ നയിക്കുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഭൂമിയിൽ നിങ്ങളോടുകൂടെ വസിച്ച് നിങ്ങളെ വഴി നടത്തുവാൻ ആത്മാവ് ഭൂമിയിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ പരിശുദ്ധാത്മാവ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. അപ്പൊ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന ഏതൊരു കാര്യവും ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കണം. അതായത് ദൈവാത്മാവ് ആ വ്യക്തിയിൽ ആവസിക്കണം. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഭൂമിയിലുള്ള ഏതൊരു പ്രതിസന്ധിയിലും ജയിച്ച് മുന്നേറാൻ കഴിയത്തുള്ളൂ. അതാണ് തിരുവചനത്തിൽ സങ്കീർത്തനത്തിൽ ഭാഗം പഠിപ്പിക്കുന്നത്, സൈന്യത്താലല്ല ശക്തിയാലല്ല ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാലത്രേ. അപ്പൊ ഈ ഭൂമിയിൽ വസിക്കുന്ന ഏതൊരു ദൈവഭക്തനും ഒരിക്കലും സൈന്യത്തിൻ്റെ ബഹുത്വത്താലോ ശക്തിയാലോ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ശക്തിയാൽ കഴിവാൽ ഒരിക്കലും ഈ ഭൂമിയിലുള്ള പ്രതികൂലങ്ങളെ ചാടിക്കടക്കാൻ കഴിയില്ല. അതാണ് ദാവീദ് പറയുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദാവീദ് ആത്മാവിനാൽ ചാടിക്കിടക്കുമെന്നുള്ളതാ പറയുന്നത്, നിന്നാൽ, ദൈവാത്മാവിനാൽ. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഏത് യുദ്ധക്കളത്തിലും ഇറങ്ങി ധൈര്യത്തോടെ നിന്ന് പോരാടാൻ കഴിയത്തുള്ളൂ. മനുഷ്യപരമായി നമുക്ക് ആർക്കും ജയിക്കാൻ സാധ്യമല്ല. നമ്മളെല്ലാവരും ബലഹീനരാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ഭൂമിയിൽ നമ്മെ നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ, ആത്മാവ് നമ്മിൽ വന്ന് ആ പരിശുദ്ധാത്മാവോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ഭക്തന് മാത്രമേ ഈ ഭൂമിയിലെ ഏതൊരു പ്രതിസന്ധിയിലും ചാടിക്കടക്കുവാൻ കഴിയത്തുള്ളൂ.
അതാ കർത്താവിന്റെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടമുണ്ട്, പക്ഷെ കർത്താവ് ജയിച്ചത് കൊണ്ട് നമുക്ക് ജയമുണ്ട്. നമുക്കതിൽ ജയിക്കണമെങ്കിൽ നമ്മെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണം. ആത്മാവാൽ മാത്രമേ നമുക്ക് ആ പ്രതികൂലങ്ങളെ ചാടിക്കടക്കാൻ കഴിയത്തുള്ളൂ. ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അതാ പറയുന്നത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വരുമ്പോഴാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത്, ബലം ലഭിക്കുന്നത്, ഉറപ്പ് ലഭിക്കുന്നത്, ദൃഢനിശ്ചയം ലഭിക്കുന്നത്, ധൈര്യം ലഭിക്കുന്നത്. പഴയ നിയമത്തിൽ ഒരു ഭക്തനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് ആ വ്യക്തിയിൽ വന്നപ്പോൾ ആ വ്യക്തിക്കുണ്ടായ ഒരു വിജയം, അത് നമ്മൾ ഇന്നത്തെ വചനഭാഗത്ത് ചിന്തിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 29 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യിഫ്താഹ് എന്നൊരു ദൈവഭക്തനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. യിഫ്താഹിന്മേൽ യഹോവയുടെ ആത്മാവ് യിഫ്താഹിന്മേൽ വന്നു എന്ന് പറയുന്നു. അപ്പൊ യിഫ്താഹിന്റെ ജീവിതത്തിൽ ശത്രുവിനോട് പോരാടാനുള്ള ധൈര്യവും ബലവും ലഭിക്കുന്നത്, താൻ പോരാടി ജയിക്കാൻ തനിക്ക് കഴിയുന്നത്, യിഫ്താഹിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. തൻ്റെ മുന്നിലുള്ള ശത്രുവിനെ കണ്ടിട്ട് എങ്ങനെ തനിക്ക് പോരാടി ജയിക്കാൻ കഴിയുമെന്ന് താൻ പകച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യിഫ്താഹിന്മേൽ ഇറങ്ങി വന്നപ്പോൾ യിഫ്താഹിന് ബലം ലഭിച്ചു, ധൈര്യം ലഭിച്ചു, ശക്തി ലഭിച്ചു. അതാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ മുന്നിലുള്ള പ്രശ്നത്തെ കണ്ട് നീ ഭയപ്പെടരുത്. ഒരു ദൈവഭക്തൻ മുന്നിലുള്ള പ്രതിസന്ധിയെ കണ്ട് ഭയപ്പെടാനല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ നീ, ആ ദൈവാത്മാവ് നിനക്ക് അതിനോട് ജയിപ്പാനുള്ള കൃപ തരും, നിനക്കത് ജയിപ്പാനുള്ള ബലം തരും, കരുത്തു തരും, ധൈര്യം തരും. ഇവിടെ യിഫ്താഹിന്റെ മുന്നിൽ വന്ന ശത്രുവിനെ കണ്ട് താൻ ഭാരപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യിഫ്താഹിന്മേൽ വന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് യിഫ്താഹിന്മേൽ വന്നപ്പോൾ തനിക്ക് ശത്രുവിനോട് പോരാടാനുള്ള ധൈര്യവും ബലവും ലഭിക്കുകയാണ്. ആമേൻ. ആരോ ഭാരപ്പെടുന്നുണ്ട്, ബലഹീനെ തുണ നിൽക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിനാ നീ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ കുടുംബത്തിനകത്തുള്ള ഒരു പ്രശ്നമായിരിക്കാം, നിന്റെ ദേശത്തു നിന്നൊരു പ്രശ്നമായിരിക്കാം, നിന്റെ കൂട്ടുവേലക്കാരിൽ നിന്നുള്ള ചില പ്രതിസന്ധിയായിരിക്കാം, നിന്റെ കുടുംബത്തിൽ ഭർത്താവിൽ നിന്നുള്ള ചില പ്രതികൂലമായിരിക്കാം, ഭാര്യയിൽ നിന്നുള്ള ചില പ്രതികൂലമായിരിക്കും, നിന്റെ ജോലി സ്ഥലത്തുള്ള പ്രതികൂലമായിരിക്കാം, നിന്റെ സ്നേഹിതൻ നിന്നുള്ള നിനക്കുള്ള പോരാട്ടമായിരിക്കാം. എന്നാൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ? നിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ആ ദൈവാത്മാവ് ആ പ്രതികൂലത്തോട് നിനക്ക് പോരാടുവാനുള്ള ശക്തി തരും, ധൈര്യം തരും, ബലം തരും, കരുത്ത് തരും. നീ അതിൽ ദൃഢനിശ്ചയത്തോട് ആത്മാവിനാൽ ആ വിഷയത്തെ നീ പോരാടുവാൻ മുന്നോട്ട് പോകുക. പരിശുദ്ധാത്മാവ് നിനക്ക് പരാജയമല്ല, പരിശുദ്ധാത്മാവ് നിനക്ക് വിജയത്തെ തരും. ആമേൻ. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മുന്നിലുള്ള പ്രശ്നത്തെ കണ്ട് നീ ഭയപ്പെട്ട് ആ വിഷയത്തിൽ നിന്ന് നീ പുറകോട്ട് ഓടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആ വിഷയത്തിൽ നിന്ന് നീ പുറകോട്ട് ഓടേണ്ട വ്യക്തിയല്ല. അതാണ് ഭക്തനായ ദാവീദ്, ആത്മാവിനെ നയിക്കപ്പെടുന്ന ദാവീദ് പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിന്റെ മുന്നിലുള്ള പ്രതികൂലത്തെ, ശത്രുവിനെ കണ്ട് നീ ഭയപ്പെട്ട് പുറകോട്ട് ഓടുവാനല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നിന്നിലുണ്ട്. ദൈവാത്മാവിലാണ് നീ നയിക്കപ്പെടുന്നത്, ദൈവാത്മാവാണ് നിന്നെ വഴി നടത്തുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ദൈവഭക്തനോട് ഇന്നത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഉണർത്തുന്നു, ദൈവാത്മാവ് നിന്നിൽ വസിക്കുന്നത് കൊണ്ട് നിനക്ക് അതിനോട് പോരാടുവാനുള്ള ബലവും കരുത്തും ധൈര്യവും ശക്തിയും
പരിശുദ്ധാത്മാവ് നിനക്ക് നൽകും. ഇബ്താഹിന്റെ ജീവിതത്തിലെ ശത്രുവിന്റെ പ്രതികൂലത്തെ കണ്ട് താൻ ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ ആ വചനത്തിൽ യഹോവയുടെ ആത്മാവ് ഇബ്താഹുമേൽ വന്നു. ശത്രുവിനോട് പോരാടുവാനുള്ള ധൈര്യവും ബലവും ഇബ്താഹിന് ലഭിക്കുന്നു. താൻ പോരാടി ജയിക്കാനുള്ള ദൈവകൃപ ഇബ്താഹിന് പരിശുദ്ധാത്മാവ് കൊടുക്കുകയാണ്. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുന്നമേ ആത്മാവിനാൽ താൻ ദൈവത്തോട് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ യുദ്ധം വിജയിച്ച് താൻ കടന്നു വരുമ്പോൾ തന്നെ ആരാണോ ആദ്യം എതിരേൽക്കുന്നത് അത് ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്ന് ദൈവസന്നെ നേർച്ച നേർന്ന് ഇബ്താഹ് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് തനിക്ക് ബലവും കരുത്തും ശക്തിയും കൊടുത്ത് ആത്മാവിനാൽ താൻ മുന്നോട്ട് യുദ്ധം ചെയ്യുവാൻ ശത്രുവിന് നേരെ താൻ പോവുകയാണ്. സർവശക്തനായ ദൈവത്തിന്റെ ആത്മാവ് ആ യുദ്ധത്തിൽ തനിക്ക് വിജയം കൊടുത്ത് താൻ ജയിച്ച് ജയാളിയായി താൻ മടങ്ങി വരുമ്പോൾ തൻ്റെ ഏകപുത്രി തന്നെ ആദ്യം എതിരേറ്റ് സന്തോഷത്തോടെ വരുന്നു. എന്നാൽ പെട്ടെന്നൊന്നു താൻ ഭയപ്പെടുന്നുവെങ്കിലും ദൈവസന്നിധിയിൽ ആത്മാവിനാൽ ഞാൻ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനം ഒരിക്കലും പിന്മാറിക്കൂടാ, ഞാനത് ചെയ്യും. അതിനർത്ഥം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീയും ദൈവാത്മാവും പരിശുദ്ധാത്മാവും സ്വർഗവും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് ചില വിഷയത്തിന്റെ മേഖലയിൽ വിടുതൽ ലഭിക്കുമ്പോൾ ഞാൻ ഇന്ന നേർച്ച ദൈവസന്നിധി ചെയ്യാം, ഇന്ന കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യാം, ഞാൻ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങാം, ഞാൻ ട്രാക്ട് മിനിസ്ട്രിക്ക് ഇറങ്ങാം, ഞാൻ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ പാവങ്ങളെ സഹായിക്കാം. ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ നീ ചില പ്രതികൂലത്തിന്റെ മേഖലയിലൂടെ കടന്നുപോയപ്പോൾ ദൈവസന്നിധിയിൽ ആത്മാവിനാൽ പ്രേരിപ്പിച്ച് നീ ദൈവസന്നിധിയിൽ എന്തെങ്കിലും നേർച്ച നേർന്ന് ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ നേർച്ചയെ നീ നിവർത്തിക്കണം. ഒരിക്കൽ പോലും വിജയിച്ച ശേഷം മാനുഷ്യപരമായ ശബ്ദം കേട്ടോ സാഹചര്യങ്ങളെ കണ്ടോ നീ ദൈവത്തോടെടുത്ത തീരുമാനം ഉറച്ചു നിൽക്കുന്ന തീരുമാനത്ത് നീ പിന്തിരിയരുത്. ദൈവസന്നിധിയിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ഭക്തൻ നീ എന്തുവാണോ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തിരിക്കുന്നുവോ ആ തീരുമാനത്തിൽ നീ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച വിഷയത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിൽ ജയം നിനക്ക് നൽകിയെങ്കിൽ ഒരിക്കൽ പോലും വിജയിച്ച ശേഷം നീ എടുത്ത തീരുമാനത്തെ നീ പിന്തിരിയരുത്. അത് ജീവിതത്തിൽ നന്മയ്ക്ക് പകരം ശിക്ഷയായി തീരും. ഇവിടെ ഇബ്താഹിനെ നമ്മൾ പഠിച്ചാൽ ഇബ്താഹ് ദൈവത്തോട് ആത്മാവ് തന്നിൽ വന്നപ്പോൾ തൻ്റെ മുന്നിലുള്ള ശത്രുവിനോട് പോരാടുവാനുള്ള ബലവും ധൈര്യവും ശക്തിയും പരിശുദ്ധാത്മാവ് ഇബ്താഹിന് കൊടുത്തു. താൻ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുന്നമേ ദൈവത്തോട് ആത്മാവ് കൊടുത്ത നിർദ്ദേശം പോലെ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. താൻ ശത്രുവിനോട് പോരാടാൻ പോകുമ്പോൾ ആത്മാവ് തന്നെ ബലപ്പെടുത്തി ദൂതന്മാർ തനിക്ക് ഇറങ്ങി തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജയിച്ചു മടങ്ങുമ്പോൾ തൻ്റെ ഏക മകൾ തന്നെ എതിരേറ്റു. താൻ എടുത്തിരുന്ന നേർച്ച ആദ്യം എന്നെ എതിരേൽക്കുന്ന വ്യക്തിയെ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുമെന്നാണ്. ആമേൻ. തൻ്റെ മകൾ കടന്നു വരുമ്പോൾ തനിക്ക് അല്പം പ്രയാസം തോന്നിയെങ്കിലും ആത്മാവ് തന്നിൽ ഇറങ്ങി വന്നത് മുഖാന്തരം ആത്മാവിനാൽ എടുത്ത തീരുമാനം, ആത്മാവ് പറഞ്ഞപ്പോൾ താൻ ദൈവത്തോട് നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച തീരുമാനം ഇബ്താഹ് അതുപോലെ നിവർത്തീകരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ആരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നാളിതുവരെ ദൈവസന്നിധിയിൽ എടുത്ത ഉടമ്പടി പ്രകാരം തീരുമാനപ്രകാരം ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞാൻ ഇന്നത് ദൈവസന്നിധി ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തിട്ട് പിന്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒന്നുകൂടെ തട്ടി ഉണർത്തുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ നീ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം? ഏതൊരു അപശബ്ദങ്ങൾ കേട്ട് നിന്റെ മുന്നിലുള്ള വിഷയത്തെ കണ്ട് നീ ഭയപ്പെടാതെ നിനക്ക് ദൈവം നൽകിയ വിജയത്തിന് ദൈവസന്നിധിയിൽ നീ എടുത്ത തീരുമാനം എന്താണോ നീ അതുപോലെ നിവർത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്നത്തെ തിരുവചനത്തിലൂടെ ആരോടോ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹൃദയത്തെ തട്ടി ഉണർത്തുന്നു. നീ എഴുന്നേറ്റ് പ്രകാശിക്ക്. എടുത്ത തീരുമാനം പോലെ ആത്മാവ് നിന്നെ ഉണർത്തിയതുപോലെ നീ അങ്ങനെ തന്നെ ചെയ്യുക. നീ എടുത്ത തീരുമാനത്തിൽ ഒരിക്കലും പിന്തിരിയരുത്. ദൈവാത്മാവ് നിനക്ക് ബലവും കരുത്തും ശക്തിയും ദൈവകൃപയും നിന്നിൽ പകരും.
നീ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. വിജയം തന്നെ നിനക്ക് ലഭിക്കും. ആരോട് ആത്മാവ് പറയുന്നു? പലപ്പോഴും തീരുമാനമെടുത്തിട്ട് പിന്തിരിഞ്ഞു പോയല്ലേ, അതുകൊണ്ട് ചില കഷ്ടങ്ങളിലൂടെ നീ കറങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാവിനാൽ ബലം നൽകി ചില വിഷയത്തിന് മുന്നിൽ വന്നപ്പോൾ, കർത്താവേ, ഇന്ന വിഷയത്തിന് ജയം നൽകിയാൽ ഞാൻ ഇന്നതുപോലെ ചെയ്തു കൊള്ളാം, ഞാൻ ഇതുപോലെ പ്രവർത്തിക്കാം എന്ന് തീരുമാനമെടുത്തു വിജയിച്ചിട്ടും നാളിതുവരെ ആയിട്ടും അതുപോലെ ദൈവസന്നിധിയിൽ നേർച്ച നേർന്നതുപോലെ ചെയ്യാനോ പ്രവർത്തിക്കാനോ നിനക്ക് കഴിയാത്തത് മുഖാന്തരം നീ അറിയാതെ ചില ശോധനയിലൂടെ നീ കടന്നു പോവുകയാണ്. തിരിച്ചു വാ. പരിശുദ്ധാത്മാവ് ആരോ ഉണർത്തുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ നിന്റെ ജീവിതത്തിൽ തിരിച്ച് ആത്മാവിനാൽ നീ തിരിച്ചു വാ. പരിശുദ്ധാത്മാവ് നിന്നെ കരുത്തോടെ ബലത്തോടെ നിനക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങളിൽ ആത്മാവ് നിനക്ക് കരുത്ത് തരും. നിനക്ക് പരാജയമല്ല, ജയം തന്നെ നിന്നെ സംഭവിക്കും. അതാ നമ്മൾ കുറുവാക്യത്തിൽ പഠിച്ചത്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഇബ്താഹിന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധിയിൽ ശത്രുവിനോട് പോരാടുവാൻ ഇബ്താഹിന് കൃപ കൊടുക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഇബ്താഹ് ആ യുദ്ധത്തിൽ ചെന്ന് വിജയിച്ചു. യുദ്ധത്തിന് പോകുന്നതിന് മുന്നമേ ദൈവത്തോടെടുത്ത തീരുമാനം അതുപോലെ ദൈവസനെ നിവർത്തിപ്പാനിടയായി. പ്രിയപ്പെട്ടവരെ, സഭാ പ്രസംഗിയുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നേർച്ച നേരുന്നത് അവിവേകത്താൽ, അതായത് പെട്ടെന്നാരും ചില തീരുമാനമെടുക്കരുത്. തീരുമാനമെടുത്താൽ ഒരിക്കലും എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്തിരിയരുത്. എനിക്കറിയാം ആരോട് ആത്മാവ് പറയുന്നു. നീ ദൈവസന്നിധിയിൽ ആത്മാവ് നിന്നെ ഉണർത്തിയപ്പോൾ ഏതെങ്കിലും തീരുമാനം ദൈവസന്നിധിയിൽ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് ഇന്ന് മുടങ്ങിക്കിടക്കുന്നുവെങ്കിൽ അത് നിന്റെ നന്മയ്ക്ക് തടസ്സമാണ്. നീ ആ നേർച്ചകൾ നിവർത്തിക്ക്. പരിശുദ്ധാത്മാവ് നിന്നെ വഴി നടത്തും. പരിശുദ്ധാത്മാവ് നിനക്ക് കരുത്ത് തരും. അതെ, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് മുന്നിലുള്ള പ്രതിസന്ധിയോട് എതിർക്കുവാനുള്ള ദൈവകൃപ ആ വ്യക്തിക്ക് കൊടുക്കുന്നു. ആ വ്യക്തിക്ക് ബലം ലഭിക്കുന്നു. ആ ദൈവഭക്തന് കരുത്ത് ലഭിക്കുന്നു, ധൈര്യം ലഭിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവനിയോഗപ്രകാരമുള്ള ചില തീരുമാനങ്ങൾ, ഉടമ്പടികൾ എടുത്ത് ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മാവ് വരുമ്പോൾ ആ വ്യക്തി പിന്നെ മാനുഷ്യപരമായിട്ടുള്ളൊരു വ്യക്തിത്വമല്ല, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ദൈവസനയിൽ എടുക്കുന്ന ആത്മാവിനാൽ നിർദ്ദേശിച്ചുകൊണ്ട് എടുക്കപ്പെടുന്ന തീരുമാനങ്ങളിലൊന്നും ആ ഭക്തൻ പിന്തിരിഞ്ഞു പോകുകയില്ല, പ്രതിസന്ധിയിൽ പിന്തിരിഞ്ഞു പോകുകയില്ല. ദൈവസനയിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ഭക്തൻ ദൈവാത്മാവിനാൽ എടുത്തിരിക്കുന്ന തീരുമാനം, നേർച്ചകൾ അതുപോലെ നിവർത്തിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ ആരോട് പരിശുദ്ധാത്മാവ് ആത്മാവിനാൽ ബലം നൽകി ശക്തി നൽകി നയിക്കപ്പെടുന്ന ദൈവമക്കളോടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന. നീ എടുത്ത തീരുമാനപ്രകാരം നീ ആത്മാവിനാൽ അതുപോലെ നിവർത്തീകരിക്ക്. കർത്താവ് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പകരും, വിടുതലുകളെ പകരും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് ഒരിക്കലും ആ ദൈവഭക്തൻ പിന്തിരിഞ്ഞു പോകുകയില്ല. അപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രത്യേകത, ആത്മാവിനാൽ എടുക്കപ്പെടുന്ന തീരുമാനത്തിൽ നിന്നും ഒരിക്കലും ആ വ്യക്തി മാനുഷ്യമായ ഇഷ്ടങ്ങളിലോ മറ്റുള്ള പ്രലോഭനങ്ങളോ വീണുപോകാതെ ദൈവാത്മാവ് ഒരു വ്യക്തിയിലോട്ട് ഇറങ്ങി വന്നാൽ ദൈവശക്തി പ്രാപിച്ച്, ബലം പ്രാപിച്ച്, കരുത്ത് പ്രാപിച്ച് ആത്മാവിനാൽ എടുക്കപ്പെടുന്ന തീരുമാനപ്രകാരം ആത്മാവിനാൽ ആ വ്യക്തി ഉറച്ചു നിൽക്കും. പരിശുദ്ധാത്മാവ് ആരെയോ ഉണർത്തുകയാണ്. ആത്മാവിൽ ബലപ്പെടും, ആത്മാവിൽ ശക്തിപ്പെടും, ആത്മാവിൽ നീ ഉറക്കി. നീ ദൈവസന്നിധി എടുത്തിരിക്കുന്ന തീരുമാനം അങ്ങനെ തന്നെ ചെയ്യുമെന്ന് നീ ഉറക്കി. ആത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ആ വ്യക്തി എടുക്കുന്ന തീരുമാനത്തിൽ നിന്നും പിന്തിരിയില്ല. ആ വ്യക്തി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാറ്റം.
എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സഹായിക്കും. ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെ ജയിപ്പാൻ ബലവും കരുത്തും ശക്തിയും ആത്മബലവും പരിശുദ്ധാത്മാവ് വ്യക്തിക്ക് കൊടുക്കും. അപ്പോൾ ആത്മാവ് എന്നിലും നിങ്ങളിലും ആത്മാവ് വന്നാൽ ഉണ്ടാകുന്ന മാറ്റം ദൈവസനയിൽ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ഒരിക്കലും ആ തീരുമാനത്തിൽ നിന്ന് ആ വ്യക്തി പിന്തിരികയില്ല. ഏത് പ്രതിസന്ധി വന്നാലും പിന്തിരികയില്ല. ഉറച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെ ഒരു ബലം, ശക്തി ഒരു ദൈവഭക്തന് ലഭിക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്ക്. ഏതെങ്കിലും ആത്മാവിനാൽ എടുക്കപ്പെട്ട തീരുമാനങ്ങൾ ചെയ്യാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും സാഹചര്യം കണ്ട് നീ ഭയപ്പെട്ട് പിന്തിരിഞ്ഞിരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി ഉണർത്തുന്നു. ഇബ്താഹ് ദൈവസേന എടുത്ത തീരുമാനം, ആത്മാവിനാൽ എടുത്ത തീരുമാനപ്രകാരം എടുത്ത നേർച്ച അതുപോലെ താൻ നിവർത്തീകരിച്ചതുപോലെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്ക്. ആത്മാവ് നിന്നെ വഴി നടത്തും. ആമേൻ. അപ്പൊ ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കും. ഈ തിരുവചന പ്രകാരം സമർപ്പിക്കാം, കണ്ണുകളടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ഈ ദൈവശബ്ദം കേട്ട ദൈവജനത്തിനായി സ്തോത്രം. ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ സകല പ്രിയപ്പെട്ടവരെ സഹായിക്കണം. സാഹചര്യങ്ങളെ കണ്ടോ, ശത്രുവിനെ കണ്ടോ, പ്രതികൂലങ്ങളെ കണ്ടോ, ഒരിക്കലും എടുത്ത തീരുമാനത്തിൽ ആത്മാവിൽ നിന്നും പിന്തിരിയാതെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ഭക്തൻ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ജയിക്കട്ടെ. ജയം കൊടുക്കുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.